ലൂഫി മാത്രമേ ഉള്ളൂ. അവൻ ജനറലാ. എടാ ബോബ് സ്മൂത്ത് മെയിൻ ഇട്ടുണ്ട് ഗൈസ്. അപ്പം അല്ലു ഒരു കില്ല് എടുത്തിട്ടുണ്ട്, അദ്വൈത് ഒരു കില്ല് എടുത്തിട്ടുണ്ട്, വാര്യർ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. എടാ മോനെ ഇജാതി അടി ആരടിച്ച് അല്ലു അടിച്ചിട്ടേ. സ്മൂത്ത് ഉണ്ട്, കൊമ്പും ഉണ്ട്, പ്രൊഫസർ ഉണ്ട്, അല്ലു ഉണ്ട്. അത് എ ടീമും. അപ്പുറത്ത് വാര്യർ ഉണ്ട്, ഡി പി ഉണ്ട്, അദ്വൈത് ഉണ്ട്, ബോബ് ഉണ്ട്. നീ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഏത് ടീമിലല്ല, ഞാൻ നോക്കട്ടെ ആര് സെറ്റായിട്ട് കളിക്കണേ നോക്കട്ടെ. ചാറ്റിൽ ഇപ്പൊ പുല്ല് അദ്വൈത് ഉണ്ട്. ചാറ്റിലുള്ളവന്റെ പേര് അതിന്റെ പേരെന്തോടാ ഡി സിയില്? ലൂഫി മാത്രമേ ഉള്ളൂ. അവൻ ജനറലാ. എടാ ബോബ് സ്മൂത്ത് മെയിൻ ഇട്ടുണ്ട് ഗൈസ്. അപ്പം അല്ലു ഒരു കില്ല് എടുത്തിട്ടുണ്ട്, അദ്വൈത് ഒരു കില്ല് എടുത്തിട്ടുണ്ട്, വാര്യർ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. എടാ മോനെ ഇജാതി അടി ആരടിച്ച് അല്ലു അടിച്ചിട്ടേ. ഡിപിയും വാര്യറും ഉണ്ട്, അതുപോലെ തന്നെ അല്ലും കൊമ്പും ഉണ്ട്. 2v2 ആണ് ഗൈസ്. അപ്പൊ ആരപ്പോ വാര്യർ മാത്രമേ ഉള്ളൂ. അപ്പൊ വാര്യർ വേഴ്സസ് അല്ലു. എന്റെ മോനെ എടാ അല്ലു വാര്യർ വേഴ്സസ് അല്ലു ഗൈസ്. 4ാം ക്ലാസ്സിലെ ചെറുക്കൻ വേഴ്സസ് അല്ലുടാ മോനെ. എടാ ഒരു 1v1 ആണ്. ഇതാരെടുക്കാൻ എനിക്ക് അറിയത്തില്ല. എടാ അവൻ അല്ലുവിന് 3 കില്ലോ ഐശ്വര്യ. അപ്പൊ ഇതെടുത്ത വൈപ്പോ ബോബ് അദ്വൈത് ഡി പി വാര്യർ വീസസ് അല്ലു. എടാ മോനെ ശരിയായ ചെറുക്കൻ. വേണു എടാ ആറടിച്ച് അല്ലു ആണോ? എടാ അല്ലു ഇജാതി കളി. അല്ലു എടുക്കണം. അദ്വൈത് ഡി പി വീണു, പ്രൊഫസർ ഉണ്ട്, സ്മൂത്ത് ഉണ്ട്. അപ്പുറത്ത് അല്ലു ഉണ്ട്. അല്ലു വീണ്ടും എടുത്തോടോ. അല്ലു ഇജാതി കളി മോനെ. അല്ലു 7 കിലോ. എടാ ചെറുക്ക ഏതാ മോനെ? മറ്റന്മാര് പിടിക്കും. അല്ലൂരിനെ നോക്ക് 1v4 അവന്. കേറുന്നവൻ നോക്കടാ. എടാ ചെറുക്കൻ എത്ര കില്ല? 2 കില്ല്. ബോബിനും 1 കില്ലുണ്ട്, വാര്യർ 1 കില്ലുണ്ട്, ഡിപിക്ക് 3 കില്ലുണ്ട്, കൊമ്പനും സ്മൂത്തിനും കില്ലൊന്നുമില്ല, പ്രൊഫസറിന് 1 കില്ലുണ്ട്, അല്ലുവിന് 7 കില്ല് കഴിച്ചു. കൊമ്പനെ കളിയാക്കട്ടെ. ഓക്കെ കൊമ്പൻ വീണിട്ടുണ്ട്. കൊമ്പനെ അടിച്ചിട്ട് ഡി പി ആണ് അടിച്ചിട്ട്. ഓക്കെ കൊമ്പൻ ഡൗൺ ആയിട്ടുണ്ട്. കൊമ്പൻ ഡൗൺ ആയി. ഇനിയിപ്പോ പ്രൊഫസർ ഇവിടെ നിൽപ്പുണ്ട്. പ്രൊഫസറിന്റെ അടുത്ത് സ്മൂത്തും ഉണ്ട്. അതെ നമ്മളടുത്ത് പ്രൊഫസറിന്റെ അടുത്ത് ആരോ വരുന്നുണ്ടല്ലോ. അദ്വൈതാണെന്ന് തോന്നുന്നു പ്രൊഫസറിന്റെ അടുത്തോട്ട് വരുന്നത്. എന്റെ കളി നോക്കട്ടെ. സ്മൂത്ത് വീടിനകത്ത് പോണ്ട്. സ്മൂത്തും ഡി പി ഒരു മാച്ച് നടക്കുന്നുണ്ട്. ഓക്കെ 2 പേര് കയറി അടിച്ച് സ്മൂത്ത് നോക്കാക്കിയിട്ടുണ്ട്. സ്മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലു വേഴ്സസ് വാര്യർ. രണ്ടുപേരും വീണു. വാര്യറും പ്രൊഫസറും ഒരുമിച്ച് വീണിട്ടുണ്ട്. അല്ലു ഇജാതി മാച്ച്. വാര്യറും 3 പേരും ഒരുമിച്ച് അവൻ എടുത്തു. അദ്വൈത് പിടിച്ചു. എടാ 9 കില്ല്. എടാ ഇജാതി ചെറുക്ക സീന്. പ്രതീക്ഷിച്ച കളിയേ അല്ല അവൻ. സത്യം ഇത്ര ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനെ ഇന്നും കൂടി ഒരു 10-20 വട്ടം വിളിച്ചു. ചേട്ടാ എന്നൊരു മാച്ചിന് ആടാക്കൊന്ന്. ഞാൻ പറഞ്ഞ ആടാക്കാന്ന് പറഞ്ഞിട്ട് എടാ യജാതി കളി ചെറുക്കൻ. യജാതി കളി കിള്ളില്. അല്ലു മാച്ച് വേണ്ട. വാര്യർ ഉണ്ട്, പ്രൊഫസർ ഉണ്ട്, അല്ലു ഉണ്ട്. എടാ ചെറുക്ക ശരിയായ കളി കേട്ടോ. ചെറുക്കനെ പഠിക്കാൻ വിട്ട നേരത്തെ പഠിക്കാണ്ട് ഗെയിം കളിച്ചോണ്ടിരുന്നു തോന്നുന്നു മൊത്തം.
അവന്റെ സ്കില്ല് വളർത്തിയെടുക്കുമല്ലേ. എടാ ഓക്കെ ഒരു 1 ഡൗൺ DP ആണോ വീണേ? ആ DP ഓക്കെ ഡീപ്പ് ഡൗൺ ആയിട്ട് ഡീപ്പിൽ അതുണ്ട്. എടാ ചെറുക്ക 1v4 ആണ് പത്തില്ലോ മോളിൽ കൂടെ അടിക്കണടാ. ഓ വീണില്ല ഭാഗ്യത്തിൽ. ഈ മാച്ച് അവന്മാരുടെ കയ്യില്. ഓക്കെ അത് ഡൗണ് വാരിയർ ഡൗണ്. ഞാൻ റെഡ് ടീമിൽ ഒറ്റയ്ക്ക് ഒരാള് ആരാ? ബോബ് പെട്ടിരിക്കുക. അവൻ കേറി ബോബിനെ എടുത്ത മാച്ചാ. ബോബ് പെട്ടിരിക്കുക. ഇതെന്താ? എടാ അവൻ പെട്ര എടുത്താ 10 കില്ല്. മോനെ എന്റെ കിളി പോയി മാച്ച് കണ്ടിട്ട്. എതിർ ടീമിൽ DPക്ക് 5 കില്ല്. ഹലോ എടാ നീ കളിക്ക് ഒന്നും വിഷയമൊന്നുമില്ല. നീ കളിക്ക്. എടാ വേണ്ട നീ റൂൾസ് നീ തെറ്റിക്കല്ലേ. അവസാനം നിന്റെ പേരിൽ വരും. അവന്മാർ തിരിച്ചാലും കുഴപ്പമില്ല. നീ എന്ന് അടുത്തൊന്നും തിരിച്ചെന്ന് നീ തെറ്റിക്കാൻ നിൽക്കരുത്. മാന്യമായി കളിക്കാൻ നോക്ക്. എടാ അവന്മാരെ തെറ്റിച്ചെന്ന് വെച്ച് നീ തെറ്റിക്കാൻ നിൽക്കരുത്. നീ നേരെ കളിക്ക്. എന്താ തെറ്റിച്ചേ? അവന്മാരെ ഗ്ലൂ പൊട്ടിച്ചടിച്ചെന്ന്. അത് പൊട്ടിച്ചടിച്ച് ഹാക്കർ OBB. എടാ ചെറുക്ക് ശരിയായ കളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എടാ പക്ഷെ ഒപ്പോണന്റ് ടോപ്പിക്കിലെടുത്ത അവന്മാർ ഗ്ലൂ പഠിച്ചടിച്ചോ. അവനും ഗ്ലൂ പഠിച്ചടിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട. ഒരുത്തൻ തെറ്റിച്ചെന്ന് വെച്ചാൽ നമ്മളെന്തിനാ തെറ്റിക്കണേ? കൊമ്പോ ഉണ്ട് ഗൈസ്. കൊമ്പോ നേരെ ചെന്ന് കയറണം. ആരടുത്തോടാണെന്ന് എനിക്ക് അറിയത്തില്ല. കൊമ്പ് വലിഞ്ഞ് കയറണുണ്ടെന്ന്. അത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും കൊമ്പോ അല്ലുവിന്റെ അടുത്തോട് ചെല്ലുന്നുണ്ട്. DP 5 കില്ലുണ്ട്. അദ്ദേഹം 3 കില്ല്. ഓക്കെ പ്രൊഫസർ DPനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. DP ഞാൻ എടുത്തേ. പ്രൊഫസർ ബോബിനെ എടുത്തിട്ടുണ്ട്. അല്ലു രണ്ടാമത്തെ നോക്കോ? ഓ അല്ലു ഒരു നോക്കിയിട്ടുള്ളൂ. മറ്റേ പൊട്ടിച്ചടിക്കുന്നതാ. എടാ പറഞ്ഞ കാരണടാ പൊട്ടിച്ചടിക്കോടാ. മാച്ച് എല്ലാരും ടോപ്പ് കിരിഞ്ഞ വേണ്ടി കളിക്കുന്നത്. അപ്പൊ സ്മൂത്താണ് എടുത്തേ. സ്മൂത്ത് എത്രയാ? 2 കില്ല് എടുത്തിട്ടുള്ളൂ. ഇവന്മാരെ ടോപ്പ് കില്ലിന് വേണ്ടി കളിക്കും. അവർ ഗ്ലൂ പൊട്ടിച്ചടിക്കും. അവന്മാർക്ക് ടോപ്പ് കില്ല് എടുത്ത് 1v1 കിട്ടും. സോ അവന്മാർ എന്തെങ്കിലും ഗ്ലൂ പൊട്ടിച്ചടിക്കും. ബോബ് ഉണ്ട്. അല്ലുണ്ടെടുത്തോ? ബോബ് കളിക്കണം. ബോബിന്റെ കളി അല്ലുവിനെ ലെഫ്റ്റ് എടുത്തില്ല. ബോബിന്റെ കളി നോക്കട്ടെ. ഇവൻ ആക്ച്വലി നല്ല കളിക്കാണ്ട് ഞാൻ 1v4 നെക്സ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. പക്ഷെ എനിക്ക് ബോബിന്റെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബോബിനെയൊക്കെ പ്രതീക്ഷയൊക്കെ വെട്ടിച്ചുകൊണ്ട് അല്ലു വെച്ചാതി കളി. കൊമ്പവും വീണ് മറ്റവനും വീണ്. പിന്നെ അല്ലു ഉണ്ട്, സ്മൂത്തും ഉണ്ട് അവിടെ. ഇവിടെ ബോബ് ഉണ്ട്, അദ്ദേഹത്തിന് DP ഉണ്ട്, വാരിയർ ഉണ്ട്. അല്ലുവിന് നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലു എക്സ്റ്റഡ് ആണ്. DP വീണു. ഇപ്പുറത്തെ ബോബ് ഉണ്ട്, അദ്ദേഹത്തിന്റെ വാരിയർ മറ്റേ ആൾട്ടർനേറ്റീവ് കീ മാറ്റണം. അത് റെഡിയാക്കാന്നല്ലോ ചേച്ചി. അതൊന്നും കഴിഞ്ഞിട്ട് മാച്ച് റെഡിയാക്കാം. എടാ അപ്പുറത്ത് ആരാടാ? അല്ലുവും. എടാ അല്ലു ഇപ്പുറത്തുണ്ട്. ഓക്കെ അല്ലു മീണ് വാരിയറാണ് എടുത്ത കേട്ടോ. 4. ഞാനിപ്പോ അത് റെഡിയാക്കാം. ബോബുണ്ട്, അദ്വൈത് ഉണ്ട്. ഓക്കെ അദ്വൈത് ആരെ ഡൗൺ ആക്കിയ? DP ഉണ്ട്. പ്രൊഫസർ അല്ലു ഇവിടെ നിപ്പുണ്ടാവും. ഓക്കെ പ്രൊഫസർ വീണു. അവനുണ്ടോ നെറ്റ് എന്താ സീനായിട്ട്? DP ഉണ്ട്, വാരിയർ ഉണ്ട്, പ്രൊഫസർ ഉണ്ട്. പ്രൊഫസറിനെ പൊക്കി അല്ലു പ്രൊഫസറിനെ പൊക്കിയിട്ടുണ്ട്. കൊമ്പ് സൈഡിൽ കൂടി കയറുന്നുണ്ട്. ഓക്കെ DP സപ്പോർട്ട് ആയിട്ട് ഇവിടെ ബോബ് ഇവിടെ നിൽക്കുന്നുണ്ട്. DP ഒരുത്തിന് ഇട്ടിട്ടുണ്ട്. DP ഒരുത്തിന് വീഴ്ത്തി. DP എലിമിനേറ്റ് ആക്കി അല്ലുവിനാണ് അടിച്ചിട്ടേ. അപ്പുറത്തെ കൊമ്പ് മാത്രമേ ഉള്ളൂ. കൊമ്പുവിന് 1v4 ആട്ടോ. ഒരു വൈപ്പ് എടുത്ത സൂപ്പർ മാച്ച് കംപ്ലീറ്റ് ആയി. അദ്വൈത് നോക്കട്ടെ. അദ്വൈത് ഉണ്ട്, വാരിയർ ഉണ്ട്, പ്രൊഫസർ ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, നമുക്ക് അദ്വൈത് ഏടെ വിളിച്ചാണ്. അല്ലുവിന് നോക്കാം. എടാ 6 റൂഫിന് വേണ്ടി കയറുന്ന വാരിയർ ആണ്. ഓക്കെ പ്രൊഫസർ നിൽപ്പുണ്ട്, സ്മൂത്ത് റൂഫിന്റെ മേളിലാണ്. കൊമ്പ് അകത്തിറക്കം. കൊമ്പ് വീണ്. ബോബ് കൊമ്പിന് അടിച്ചിട്ടുണ്ട്. അതായത് DP അടുത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. DP
ഓക്കെ DP അല്ലു DP അടിക്കുന്നുണ്ട്. ഓക്കെ DPയും പ്രൊഫസറും ഉണ്ട്. പ്രൊഫസറും അദ്വൈതാണെന്ന് തോന്നുന്നു. പ്രൊഫസർ അദ്വൈതം അടിച്ചിട്ടുണ്ട്. അതെ പ്രൊഫസറിനെ അടിച്ചിട്ടുണ്ട്. എടാ മോനെ ഇവിടെ എന്താടാ ആർക്കാ ടോപ്പ് കില്ല്? 9 കില്ല്. അദ്വൈത് 9 കില്ല്. 2 കില്ലും കൂടെ എടുത്താൽ മതി. കേറി വരടാ, പിടിക്കുന്നുണ്ട്. അല്ല ഇതിനകത്ത് 1v4 ആർക്ക് കിട്ടുമോ നോക്കട്ടെ, അവരെ കളിപ്പിക്കാം. അല്ലുവിന്റെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അല്ലുവിന്റെ അടുത്ത് മാച്ച് കിട്ടുമല്ലോ, നമുക്ക് പിന്നെ നോക്കാം. അവരുടെ അടുത്തുള്ളതാണ് നോക്കാം, അത് വലിയ വിഷയമുള്ള കാര്യമില്ല. നോക്കട്ട് സ്മൂത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കേടാ പ്രൊഫസറിനെ ഇട്ടിട്ടുണ്ട്, അദ്വൈതിനെ അടിച്ചിട്ടുണ്ട്, പ്രൊഫസർ മീനിട്ടുണ്ട്. കൊമ്പതേ താഴെ പോകണം. ഓക്കെ ബോബും കൊമ്പും നല്ല ഫൈറ്റ് കിടക്കുന്നുണ്ട്. ബോബിന് 9 കില്ല് ബോബ് എത്തി. ബോബ് 2 പേർ കൊമ്പാണ്. അദ്വൈതിനും ബോബ് 10. അല്ലുവിന് 1 കില്ല് എടുത്താൽ ബോബ്. 1v4 ആർക്കാ 1v4? അപ്പുറത്ത് അല്ലു 1v4. അല്ലു 1v4 എടുക്കോ? ഇല്ല, വാര്യർ എടുത്തു. പക്ഷെ അല്ലു തന്നെ 10-9 10-11. അല്ലു തന്നെ ടോപ്പ്. അല്ലുന് 11 ഉണ്ട്, ബോബിന് 10 ഉണ്ട്. അല്ലുവിന് 1v4 കൊടുത്താലോ? നെക്സ്റ്റ് ഒരു റൂം കൂടി ഇടാം, എന്നിട്ട് 1v4 കൊടുക്കാം. ഒരു റൂം കൂടി ഇടാം, എന്നിട്ട് വരാം. ഒരു റൂം കൂടി ഇടാം. ഈ ടീം വേണ്ട, വേറെ ടീം വെക്കാം. എടാ വെയിറ്റ് നമുക്ക് ഒരു കസ്റ്റം കൂടി ഉണ്ട്. എടാ 1v4 നിന്നെ എന്തായാലും കളിപ്പിക്കാം. നീയും ബോബും സെയിം അപ്പുറത്ത് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഒരിക്കൽ കൂടി കളിക്കാം കേട്ടോ. ഒരു 4v4 കൂടി ഇടാം. ബോബ് ഒപ്പോണന്റ്, നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് കളിക്കാം കേട്ടോ. അങ്ങനെ കളിക്കാൻ ആവശ്യമുണ്ട്.